ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ റീച്ച് ഉണ്ടാക്കാൻ പറ്റിയ സബ്ജക്റ്റ് ആണ്. എനിക്ക് ആ സബ്ജക്ട് വെച്ചിട്ട് കണ്ടന്റ് ഉണ്ടാക്കി റീച്ച് ഉണ്ടാക്കാൻ താല്പര്യമില്ല. ഓക്കെ, അഖിൽ NRDയുടെ വൈഫ് ഒളിച്ചോടി. 2 ദിവസം മുമ്പാണ് ഒളിച്ചോടിയത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇന്ന് രാവിലെ മുതൽ ഇത് ചർച്ചയാണ്. ഞാൻ ഈ വീഡിയോ കണ്ടിരുന്നു, പക്ഷേ ഇതിന്റെ സത്യാവസ്ഥ അറിയാതെ റിയാക്ട് ചെയ്തിട്ട് കാര്യമില്ലല്ലോ എന്ന് കരുതി വെയിറ്റ് ചെയ്ത എന്നുള്ളതാണ്. അഖിൽ NRDയുടെ വൈഫ് ഒരു ബസ്സിലെ കിളി, ചില ആളുകൾ ഡ്രൈവർ എന്നാണ് പറയുന്നത്, ഒരു കിളിയുടെ കൂടെയാണ് ഒളിച്ചോടി പോയിട്ടുള്ളത്. എന്തായാലും നമുക്ക് ആ ഒളിച്ചോട്ട വീഡിയോ ആദ്യം ഒന്ന് കാണാം. CCTV ഫുട്ടേജ് കാണാം. ഓക്കെ, 2026 8-ാം മാസം 7-ാം തീയതി ഫ്രൈഡേ 22, അതായത് 22 ഏകദേശം ഒരു 8-9 മണി ടൈമിലാണ് പോയിട്ടുള്ളത്. ഒരു കാവി മുണ്ടും ഒരു കറുത്ത ഷർട്ട് ഇട്ട ഒരാൾ റോട്ടിലൂടെ ഉലാത്തുന്നുണ്ട്. അവർക്ക് ഒളിച്ചോടാനുള്ള വാഹനം പതുക്കെ വന്നു. ഒരുപാട് ആളുകൾ സപ്പോർട്ടായിട്ട് കൂടെ നിന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ ഒളിച്ചോട്ട വീടിൻ്റെ ഇടയിൽ കണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, ഇത് കാണിച്ചു തരാം. സോറി, നിങ്ങൾ കാണുന്നുണ്ടല്ലോ, പറഞ്ഞു തരാം എന്നുള്ളതാണ്. 2 ആള് ഈ റോഡിൻ്റെ മറ്റൊരു വശത്തും ഒരാൾ ഈ വശത്തും, നടുവിലായിട്ടൊരു വ്യക്തി. ഇതാ ഒരുപാട് സാധനങ്ങൾ, ജംഗമ വസ്തുക്കളൊക്കെ എടുത്തിട്ടുണ്ട്, വീട്ടിലത്തെ ചട്ടിയും കാലും ഒക്കെ എടുത്തിട്ട് അത് ഓടുന്നു. ഒന്നും അവിടെ ബാക്കി വെച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇതിരറ്റ കോമഡി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഖിൽ NRDയും ഇവരും പ്രണയിച്ച് വിവാഹം കഴിച്ചതാണെന്നുള്ളതാണ്. കൊള്ളാം 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 കൊള്ളാം. അങ്ങനെ ഒരു ഇന്നോവ കാറ് വരുന്നു, അതിലേക്ക് ആ ചട്ടിയും കലവും ഒക്കെ എടുത്തിട്ട്, അമ്മിക്കുട്ടിയൊക്കെ എടുത്തിട്ട് തോന്നുന്നു, ഒരലൊക്കെ എടുത്തിട്ട് കയറി. ഇനി ഈ ആളുകളെ ഒന്ന് കണ്ടു നോക്കട്ടെ നിങ്ങൾ. അങ്ങോട്ടും കൊണ്ട് ഉലാത്തിയിരുന്ന ആളുണ്ടല്ലോ, ആള് വണ്ടിയിൽ കയറിയിട്ടുണ്ട് കൂടെ. ബസ്സിലെ കിളി എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. കുറച്ച് പ്രായമുള്ള ആളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പൊ എന്തോ ഒരു കോഴ്സിന് പോണ സമയത്താണ് ബസ്സിൽ വെച്ചിട്ട് പരിചയം. ഓക്കെ, കാറ് പോകുന്നു. ഇനി കണ്ടോളൂ കേട്ടോ, ആ റോഡിന്റെ മറ്റൊരു തറ്റത്ത് ഒരു വ്യക്തി കാവലായിട്ടുണ്ടായിരുന്നു. ഈ ഒരു തറ്റത്ത് വേറൊരു വ്യക്തിയും കൂടി കാവലായിട്ടുണ്ട് എന്നുള്ളതാണ്. അതാ കാവലായിട്ടുള്ള ആളത നടന്നു പോകുന്നു. ഇത് നല്ല കട്ടക്ക് സപ്പോർട്ട്, കാവിമുണ്ടൊക്കെ എടുത്ത കുറെ ടീംസ് ആരാണ് എന്തിരോ. 2 ദിവസം മുമ്പ് NRD വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ. ആ ഒരു വീഡിയോയിൽ അദ്ദേഹം പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ CJP പ്രൊട്ടസ്റ്റിനെതിരെയാണ്. ഇനിയിപ്പോൾ BJP-കാരാണെങ്കിലും ഇതിൽ ഭാഗമായിട്ടുണ്ടോയെന്ന് നമുക്കറിയില്ല. കാവിമുണ്ട് BJP-കാരുടെ പുസ്തകമൊന്നുമല്ല, അതവിടെ നിൽക്കട്ടെ. സോഷ്യൽ മീഡിയയിൽ തരംഗമായ യൂട്യൂബ് ദമ്പതികളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിത തിരിവുകൾ. എന്ത് തിരിവുകൾ? വഴിത്തിരിവുകൾ. എന്ത് തേങ്ങയാണ് അവ. അഖിൽ NRDയുടെ ഭാര്യ മേഘ ബസ് കണ്ടക്ടറിനൊപ്പം പോയതായി റിപ്പോർട്ട്. സോഷ്യൽ മീഡിയയിൽ ജനപ്രിയ കണ്ടന്റ് ക്രിയേറ്ററായ അഖിൽ NRDയുടെ ജീവിതത്തിലുണ്ടായ പുതിയ സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ ഇൻഫ്ലുവൻസർ ലോകത്ത്. അതായത് ഇവരെന്തോ ഒരു കോഴ്സ് പഠിക്കാൻ പോയിരുന്നു. ആ ഒരു കോഴ്സ് പഠിക്കാൻ പോയ സമയത്ത് ഈ ബസ്സിലെ കണ്ടക്ടറുമായിട്ട് സ്ഥിരമായിട്ട് ഒരു സൗഹൃദം ഉണ്ടാവുകയും പിന്നീട് അവർ പ്രണയത്തിലേക്ക് പോവുകയും ആയി എന്ന് പറയുന്നത്. പിന്നെ അഖിൽ NRD ഒരു ഗേ ആണെന്ന രീതിയിലൊക്കെ ചില ആളുകൾ കമന്റ് ഇടുന്നതൊക്കെ കാണുന്നുണ്ട്. എന്തിനാടെ അറിയാത്ത കാര്യങ്ങളൊക്കെ വന്ന് കമന്റ് ഇടുന്നത്. ഇയാൾ മീശൊന്നും വെക്കാറില്ല, ട്രിമ്മാണ് ഫുൾ ടൈം. ഗേ ആണോ എന്ന് സംശയമുണ്ട് എന്നൊക്കെയാണ് ചില ആളുകൾ പറയുന്നത്. അതിനോടൊന്നും എനിക്ക് യാതൊരു യോജിപ്പില്ല എന്നുള്ളതാണ്. മറ്റൊരു കമന്റാണ്, സത്യമാണ്, സംഭവം നടന്നിട്ട് ഇപ്പോൾ 2 ദിവസമായി. അവൾ പന്തളം പുഴിക്കാട് സ്വദേശിയായിട്ടുള്ള ബസ് ഡ്രൈവർ അനൂപ് എന്ന ആളുടെ കൂടെയാണ് പോയത്. 2 കൂട്ടരെയും നൂറനാട് പോലീസ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അവൾ പറയുന്നത് അവന് വേറെ ഗേൾസ് ആയിട്ട് അഫെയർ ഉണ്ട്, അതുകൊണ്ട് അവൾക്ക് അവനോടൊപ്പം പറ്റില്ല, അതുകൊണ്ട് അവൾ വേറെ ആളുടെ കൂടെ പോകുന്നു എന്ന് ആണ്. അങ്ങനെ 2 കൂട്ടരും അവരുടെ വഴിക്ക് പോയി എന്നാണ് നൂറനാട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. അവര് മറ്റുള്ള സ്ത്രീകളുമായിട്ട് അങ്ങനെ ബന്ധമുണ്ടെന്നുണ്ടെങ്കിൽ നിയമപരമായി ബന്ധം വേറിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുടെ കൂടെ പോയിക്കോ. അവർ എന്തിനാ ഇവിടുന്ന് ആവശ്യമില്ലാതെ ആ ചെക്കൻ്റെ ഫാമിലിയും കൂടി നാണം കെടുത്തിയത്? അയ്യയ്യേ, ഇതാണ് കഥയെങ്കിൽ ഇതൊന്നും ഉറപ്പിക്കാൻ കഴിയില്ല കേട്ടോ. ഇനി ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മേഘയുടെ പേജിൽ ഇപ്പോഴും ആള് സജീവ. ഒളിച്ചോടി എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ. 2 മണിക്കൂർ മുമ്പ് അവർ കൊടുത്ത മറുപടികളാണ് ഇപ്പോൾ അടിയിൽ കാണുന്നത്. ലിങ്ക് ചോദിക്കുമ്പോൾ പ്ലീസ് ചെക്ക് DM എന്ന് 2 മണിക്കൂർ മുമ്പ് കേട്ടോ. അടിപൊളിയാണല്ലേ. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഈ അഖിൽ NRDയുടെ പ്രണയത്തെ കുറിച്ച് അഖിൽ NRD പറയട്ടെ, അതൊന്ന് കേൾക്കാം. നിങ്ങൾ ലവ് മാരേജ് ആണോ? ലവ് മാരേജ്. എങ്ങനെയാണ് ഇത്ര ഷൈ ആയിട്ടുള്ളത്? എനിക്കത് അറിയായിരുന്നു. ചാറ്റ് ചെയ്യുന്നതിന് ഷൈ വേണ്ടല്ലോ. അവിടെ ഒരു മടി ഉണ്ടായില്ല. എവിടെ വെച്ചാ മേഘനെ കണ്ടേ? അത് എന്റെ വീടിനടുത്ത് തന്നെയാണ് വീട്. ഞങ്ങള് അത് ഈ പറഞ്ഞ ഞങ്ങൾ മിണ്ടുന്നതിന് മുമ്പ് ഞാൻ അങ്ങനെ അവളെ കണ്ടിട്ടില്ല. എനിക്കൊന്ന് അവർ അച്ഛനെ കണ്ടുണ്ട്. അച്ഛനെ എനിക്കറിയാം. അപ്പൊ മിണ്ടിയതിന് ശേഷമാണ് അറിയുന്നത് ഇന്ന ആളുടെ. അല്ല, മിണ്ടണെങ്കിൽ ആദ്യം എവിടെയാ കണ്ടേ? സോഷ്യൽ മീഡിയയിൽ.
ഓ, സോഷ്യൽ മീഡിയയിലൂടെ കണ്ടിട്ട് ചാറ്റിംഗ് തുടങ്ങി. ചാറ്റ് ചെയ്തു. ഓക്കെ. പിന്നെ ഫോൺ വിളിച്ചു. ആ. അങ്ങനെ കുറച്ചുകൂടെ അടുത്തു. ഉം. പിന്നെ വിചാരിച്ചു ഒരുപോലെ പോവാം. അങ്ങനെ വീട്ടിൽ പറഞ്ഞു. ആദ്യം കുറച്ച് ഇതൊക്കെ ഉണ്ടായത്, പക്ഷെ നല്ലത് പിന്നെ അവർക്ക് മനസ്സിലായി ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന്. അപ്പം രണ്ട് വീട്ടുകാർക്ക് ഓക്കെ ആയി. പിന്നെ അവർ സംസാരിച്ചു. ഉം. അങ്ങനെ അവസാനം ഒരു കല്യാണത്തിൽ എത്തിച്ചു. മേഘയുടെ ക്യാരക്ടർ എങ്ങനെയാ? ഇതേപോലെ എത്ര ഇൻട്രോവേർട്ട് ആണോ? അവളും കുറച്ച് ഇൻട്രോവേർട്ട് ആണ്. അവർ ഈ പറഞ്ഞ തൊട്ട് ഫിയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉം. പക്ഷെ കുറെ കൂടെ ധൈര്യശാലിയാണ്. ഈ പറഞ്ഞ ഗേൾസ് കുറച്ചുകൂടെ സ്മാർട്ടാണ്. സ്മാർട്ടാണ്. ആ. സ്മാർട്ടാണ്. കാര്യങ്ങളൊക്കെ നല്ല ചെയ്തോളൂ. ഉം. അപ്പോ മേഘ ഇപ്പുറത്തെ സൈഡിൽ നല്ല സ്മാർട്ടായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ മേഘയില് എന്തെങ്കിലും കൊണ്ട് തന്നെ മേഘ മാക്സിമം അഖിലിനെ പുഷ് ചെയ്യാൻ നോക്കുന്നുണ്ട്, ഫുൾ ബാക്ക് സപ്പോർട്ട് നൽകിക്കൊണ്ട്, അല്ലേ? ആ ഒരു എനർജി ലെവലിലാണ് അഖിൽ എനിക്കിപ്പോ തോന്നുന്നു കുറച്ചും കൂടെ ഒന്ന് ബൂസ്റ്റ് ആവാൻ പറ്റും, അല്ലേ, ആവാൻ പറ്റുന്നത്. ഓക്കെ. ആള് കുറച്ച് സ്ട്രോങ് ആണെന്നാ പറയുന്നത്. അത് സ്ട്രോങ് എത്രത്തോളം ആണെന്ന് ഇപ്പൊ മനസ്സിലായി എന്നുള്ളതാണ്. എന്തിനാടാ ഇവരിങ്ങനെ നാണക്കേടിലേക്ക് പോകുന്നത്? ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ എന്തിനാ കല്യാണം കഴിക്കുന്നത്? സോറി, ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചതാണല്ലോ. പിന്നീടുണ്ടായ പ്രശ്നം കാരണമാണല്ലോ ഒരുപാട് പെണ്ണുങ്ങളുമായിട്ട് ഇവൻ എന്തോ ബന്ധമുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞു എന്നൊക്കെയാണ് കമന്റിൽ കിടക്കുന്നത് കേട്ടോ. ഇപ്പോഴും ആ നാട്ടുകാരാണെന്ന് അവകാശപ്പെടുന്ന ഒരുപാട് ആളുകൾ പല കഥകളും പറയുന്നുണ്ട്. സത്യാവസ്ഥ നമുക്കറിയില്ല. എന്തായാലും ആ പെൺകുട്ടി LLBക്ക് എങ്ങാനും പഠിച്ചിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. നിയമകാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് അറിയുണ്ടാവുമല്ലോ അല്ലേ? 2 ദിവസം മുമ്പ് തന്നെ മറ്റൊരു വീഡിയോ കൂടി പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കൂടി നിങ്ങളത് കാണണം. നിങ്ങൾ രണ്ടും ഒരുമിച്ച് ഇനി ഏതെങ്കിലും സിനിമയിൽ വരണമെന്ന് ആഗ്രഹമുണ്ടോ? വരുമായിരിക്കും. ചേച്ചിക്ക് അങ്ങനത്തെ ആഗ്രഹമുണ്ടോ? ചേച്ചിക്ക് ആഗ്രഹമില്ല, ചേട്ടനാണ് ആഗ്രഹം. അപ്പൊ നടക്കട്ടെ. അതെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ചേട്ടന് ആഗ്രഹമുണ്ട് ഒരുമിച്ചിട്ടൊരു സിനിമയിൽ അഭിനയിക്കണം എന്നുള്ളത്. പക്ഷേ ചേച്ചിക്ക് ആഗ്രഹം ഇല്ല എന്നാ പറയുന്നത്. ഇനി എന്തായാലും ബസ് കണ്ടക്ടറോ ബസ് കിളിയോ ബസ് ഡ്രൈവറോ ഒന്നും അറിയില്ല. റീൽസ് കാണുവാടേ നന്നായിട്ട് പ്രൊമോഷൻ വീഡിയോസ് ഒക്കെ കിട്ടുന്നത് കൊണ്ട് തന്നെ കഞ്ഞിക്കൂടി ഒന്നും മുട്ടിപ്പോകുന്നു തോന്നുന്നില്ല. അത്യാവശ്യം നല്ല വർക്കും കാര്യങ്ങളൊക്കെ ചേച്ചിക്ക് ഉണ്ട് എന്നുള്ളതാണ്. അഖിലിനെ കെട്ടിയത് കൊണ്ട് അങ്ങനെ കുറച്ച് ഗുണമുണ്ടായി അല്ലേ? ഓക്കെ, ഇനി അഖിലിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു എക്സ്പ്ലനേഷൻ വരുമോ എന്നറിയില്ല. ഇനി ഈ പെൺകുട്ടിയുടെ മുഖം കാണിച്ചവർക്കൊക്കെ കേസ് വരുമോ എന്നും പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. എന്തായാലും ട്രൈപോഡില്ല, കൈ വേനിക്കുന്നു. അപ്പോൾ പരമാവധി ഷെയർ ചെയ്യണം കേട്ടോ. കാരണം ഇത്തരം വീഡിയോസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും. കുൽസിതം ഒളിച്ചോട്ടം, നന്മ ഉള്ള ഒരു കാര്യം ആർക്കും വേണ്ട. എത്ര വീഡിയോസ് അതേപോലത്തെ ചെയ്തിട്ടുണ്ടെന്നറിയോ? എന്നിട്ട് ആളുകൾ ഇത് തന്നെ വന്ന് കാണും. എന്നിട്ട് അതിലൊരു കമൻറ്റ്, നിനക്ക് വേറെ വല്ല വീഡിയോ ചെയ്തുവിടാ എന്നുള്ളത്. വേറെ വീഡിയോസ് ചെയ്യുന്നുണ്ട് ബ്രോ, നിങ്ങൾ കാണാനിട്ടാണ് അല്ലേ? അപ്പോൾ അഖിലെ ദയവ് ചെയ്തിട്ട് പൊട്ടത്തരത്തിലേക്കൊന്നും പോകാൻ നിൽക്കരുത്. നിയമപരമായിട്ട് മുന്നോട്ട് പോവുക. നിങ്ങളുടെ വീട്ടിൽ നിന്ന് സാധനങ്ങളൊക്കെ അടിച്ചു മാറ്റിയിട്ടാണ് പോയതെന്നാണ് ആ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും പരാതി കൊടുക്കണം. നാണക്കേട്, മാനക്കേട്, മാനഹാനി എല്ലാം പണ്ടാറ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഒരു സിനിമ വന്നു, ആ സിനിമയിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോയില്ല. അതിനിടയിൽ ഭാര്യ ഇങ്ങനെ ഒരു കാര്യം കൂടി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നാണക്കേടാണ്, വൻ നാണക്കേടാണ്. ഇപ്പൊ ഇതിനോടൊക്കെ തന്നെ CCTV ഫുട്ടേജ് ലോകത്തിലെ എല്ലാ മലയാളികളും കയ്യിൽ എത്തിയിട്ടുണ്ടാവും എന്നുള്ളതാണ്. മറ്റേ ദൃശ്യം സിനിമയുടെ ക്ലൈമാക്സ് ഒക്കെ പോലെയാണ് ഈ സാധനം. ഇനി ഇങ്ങനെ കിടന്ന് കറങ്ങും. ഞാൻ ഈ വീഡിയോ ചെയ്യാതിരുന്നതാണ്, പക്ഷെ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടി കാത്തിരുന്നതാണ്. നിങ്ങളുടെ നാട്ടുകാരായ ആളുകൾ പലതും പറയുന്നു എന്നല്ലാതെ കൃത്യമായിട്ടുള്ളൊരു ധാരണ ആരും പറയുന്നില്ല. എന്തായാലും ഒളിച്ചോടി എന്ന കാര്യം കറക്റ്റ് ആണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. പല ആളുകളും നിങ്ങൾ ചാനലൊക്കെ ഡീആക്ടിവേറ്റ് ചെയ്തു പോയി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ നിങ്ങളുടെ ചാനൽ അവിടെ നിലനിൽക്കുന്നുണ്ട്, മേഘയുടെ ചാനൽ നിലനിൽക്കുന്നുണ്ട്. മേഘ ഇപ്പോഴും ലൈവായിട്ട് കമന്റിന് മറുപടിയും കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓരോ പ്രോഡക്റ്റിന്റെ ഒക്കെ പ്രൊമോഷന്റെ സാധനേ ആളുകൾ ഇങ്ങനെ കമന്റ് ഇടുമ്പോൾ ലിങ്ക് എവിടെയെന്ന് ചോദിക്കുമ്പോൾ DM ചെക്ക് ചെയ്യൂ എന്ന് പറയുന്നുണ്ട്. ഇനി ഇതൊക്കെ പാടാൻ നിങ്ങൾ വല്ല നാടകം കളിക്കുന്നതാണോടെ? ഒരു സംശയമുണ്ട് കേട്ടോ. അടുത്തൊരു ഫോർച്യൂണറിന് വേണ്ടിയുള്ള കളിയാണെന്നൊന്നും പറയാൻ കഴിയില്ല. ഇനി അങ്ങനെ ആണെങ്കിലും അല്ലെങ്കിലും നാണം കേടാൻ ഇനിയൊന്നും ഇല്ലല്ലോ. നാണം കേട്ടില്ലേ? അപ്പോൾ ഇത്തരം വീഡിയോസ് കാണുന്ന ആളുകൾ ദയവ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഭാര്യയോട് ഭർത്താവിനോട് താല്പര്യമില്ലാത്തൊരവസ്ഥ വരുമ്പോൾ ഡൈവേഴ്സ് ചെയ്തിട്ട് നിങ്ങൾ വേറെ ഇത് തേങ്ങ ചെയ്യടേ. ഇത് പാകം നാണക്കേടായില്ലേ? അപ്പോൾ പരമാവധി ഷെയർ ചെയ്തോളും, കൂടെ കൂടിക്കോളി. വീണ്ടും പരമാവധി വാർത്താവിശേഷങ്ങളും അതിൽ സന്ധ്യയുടെ പോകാം. താങ്ക് യു.